ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ എ സജീവൻ കൂടി കൈരളി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എ സജീവൻ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു വി.ഡി. സതീശനോട് മാധ്യമങ്ങൾ ചോദിച്ചത് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച്. അന്ന് വി.ഡി. സതീശൻ പറഞ്ഞ ഉത്തരമാണ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്ര സിദ്ധാന്തം ഉപേക്ഷിച്ചെന്ന്. എന്നാൽ അന്നത്തെ വി.ഡി. സതീശന്റെ ആ പരാമർശത്തെ വലിയ രീതിയിൽ മുതലാക്കാനായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമം. വി.ഡി. സതീശന്റെ കള്ളങ്ങൾ പാടെ പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് മലപ്പുറത്ത് നടക്കുന്ന ചർച്ചയിലൂടെ വ്യക്തമാവുന്നത്. സ്വാഭാവികമായിട്ടും ജമാഅത്തെ ഇസ്ലാമി അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിക ഭരണം എന്നതിന്റെ അതൊരു ഇസ്ലാമിക ഭരണം എന്നാണ് അവരുടെ അടിസ്ഥാന തത്വം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ മൗദൂദ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇസ്ലാമിക ഭരണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രദേശങ്ങൾ എന്നുള്ള രീതിയിലാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെട്ടത് തന്നെ. സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ തത്വങ്ങളിൽ നിന്ന് മാറുക, ജമാഅത്തെ ഇസ്ലാമി അല്ലാതാവുക എന്നുള്ളതാണ്. ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രൂപത്തിൽ അതിന്റെ അമീർ ഞങ്ങൾ പഴയതുപോലെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വി.ഡി. സതീശൻ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ഗ്രാഹ്യമില്ലാത്ത രീതിയിൽ അദ്ദേഹം സംസാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ ഏതൊരു പ്രത്യേകിച്ച് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എപ്പോഴും ഈ ഖലീഫയുടെ കീഴിലുള്ള, അതായത് മത നേതാവിന്റെ കീഴിലുള്ള ഭരണത്തെ ആഗ്രഹിക്കുന്നത്. അതാണ് അതിന്റെ രീതി തന്നെ. ഇസ്ലാമിക ഭരണം ആത്യന്തികമായി ഉണ്ടാവുക എന്നുള്ളതാണ് പൊതുവെയുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ രീതി. അതല്ലാതെ ജനാധിപത്യ ഭരണത്തെ ഒരിക്കൽ പോലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതായത് ജനങ്ങൾ മുഴുവൻ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നതിനോട് യോജിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കടുത്ത നിലപാടെടുത്തിട്ടുള്ള ആളാണ് മൗദൂദി. അതിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജമാഅത്തെ ഇസ്ലാമി അല്ലാതാവും. അപ്പൊ അത് അവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് അവർ പൂർണ്ണമായിട്ടും മാറാൻ പറ്റില്ല. അത് വി.ഡി. സതീശൻ അതിന്റെ രാഷ്ട്രീയ വശം, അതായത് അവരുടെ അമീർ ഞങ്ങൾ പഴയതുപോലെ മതരാഷ്ട്രവാദത്തിന് വേണ്ടി വാദിക്കുന്നതല്ല, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ പണ്ട് ISM സിമി ഒരു മുദ്രാവാക്യം ഉയർത്തില്ല, അതേപോലെയല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു വി.ഡി. സതീശൻ. അത് നമുക്ക് പക്ഷെ അറിയാം, വി.ഡി. സതീശനും അറിയാവുന്ന കാര്യമാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അവരുടെ ആദർശങ്ങളിൽ നിന്ന് മാറാൻ പറ്റുന്ന ഒന്നല്ല. അവർക്ക് ആത്യന്തികമായിട്ട് ഇസ്ലാമിക ഭരണം എന്ന് തന്നെയാണ് സ്വാഭാവികമായിട്ട് അവരുടെ തത്വം. അത് എത്രമാത്രം അതല്ലെങ്കിൽ അവരെ കൃത്യമായി പ്രാവർത്തികമാക്കണം. മൗദൂദിയുടെ ഈ ആശയങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറയണം. അങ്ങനെ പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. ഈ ലോകം മുഴുവനും ജമാഅത്തെ ഇസ്ലാമിയുടെ വേരുകളുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ ഈ ആത്യന്തികമായ ഈ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് പ്രാവർത്തികമാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം വേറൊന്ന്. കാരണം ഇപ്പോഴത്തെ ലോകക്രമത്തിൽ അങ്ങനെ ഒരു മതത്തിന്റെ ഭരണം എന്ന് പറയുന്നത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ള കാര്യം നോക്കേണ്ടതുണ്ട്. ഇപ്പൊ അറബ് രാജ്യങ്ങളിൽ തന്നെ കുറെ കൂടി ജനാധിപത്യത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ പൂർണ്ണമായ പിന്തുണ കിട്ടാൻ വേണ്ടിയാണ് വി.ഡി. സതീശൻ ഒരു പ്രസ്താവന നടത്തുന്നത്. പ്രസ്താവനയല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രചരണം തന്നെ ഉണ്ടായിരുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്. അത് യാഥാർത്ഥ്യമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. നന്ദി ശ്രീ എ സജീവൻ പ്രതികരിച്ചതിന്.